ഇനി നമ്മൾ പുത്തുമലയിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, ഈ മരിച്ച ആൾക്കാരുടെ എല്ലാം മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലമാണ് പുത്തുമല. ഇപ്പോൾ അതിൻ്റെ പേര് ജൂലൈ 30 ഹൃദയപൂർവ്വം എന്നാണ്. ഹൃദയഭൂമി എന്നാണ് പുത്തുമലയിലെ ഭൂമി ഇപ്പോൾ അറിയപ്പെടുന്ന ഹൃദയഭൂമി. ജൂലൈ 30 ഹൃദയഭൂമി. ഷഹദ് റഹ്മാൻ പുത്തുമലയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഷഹദ്, നമ്മുടെ ഇന്ത്യ മുഴുവൻ നടുങ്ങിപ്പോയ ഒരു സംഭവമായിരുന്നു ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിൻ്റെ ഏറ്റവും വലിയ ഒരുപക്ഷെ നമ്മളെ കണ്ണീരിലാക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഷഹദ് ഇപ്പോൾ നിൽക്കുന്നത്. പറയൂ. എസ്കെൻ, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതുപോലെ ഒരു മഴ ദിവസമാണ് നമ്മളെല്ലാവരും ഇവിടെ ആ ദുരന്ത വാർത്ത കേട്ട് എത്തുന്നത്. അന്ന് നമുക്ക് ഇവിടെയുള്ള ആരെയും അറിയില്ല, ആരൊക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ നാടെന്നോ അറിയില്ലായിരുന്നു. കാരണം പുറത്തുനിന്ന് വന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളാണ്. കാരണം അവർക്കൊപ്പം നമ്മൾ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് ചിലവഴിച്ചതാണ്. 1.5-2 മാസക്കാലം നമ്മൾ ചിലവഴിച്ചതാണ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ ഭൂമിയെക്കുറിച്ച് പറയുക, അതായത് നമ്മൾ നിൽക്കുന്നത് പുത്തുമലയിലാണ്. പുത്തുമലയിലെ ഈ ഭൂമി ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് പഞ്ചായത്ത് ഈ ഭൂമിക്ക് നൽകിയിട്ടുള്ള പേര്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അജീഷേട്ടൻ്റെയും അതുപോലെ തന്നെ സാനി ചേച്ചിയുടെയും മക്കളുടെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള ഇടമാണ്. അല്പസമയം മുമ്പാണ് അവരിവിടെ എത്തി ഈ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയും ആ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിഠായിയും അതുപോലെ തന്നെ മറ്റ് കളിപ്പാട്ടങ്ങളുമൊക്കെ തന്നെ ഇവിടെ വെച്ചുപോയത്. അതിന് തൊട്ടടുത്തുള്ളത് രാജമ്മ എന്നാണ് തൊട്ടടുത്തുള്ള ആ കല്ലറയിൽ പേര് കുത്തിവെച്ചിരിക്കുന്നത്. അത് അനിഷേട്ടൻ്റെ അമ്മയാണ്. അമ്മയും അതുപോലെ തന്നെ 3 മക്കളെയുമാണ് അവർക്ക് ഈ ദുരന്തത്തിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. ഇന്നലെ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഇപ്പോഴും അവരതിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെയും നമ്മൾ അവരെ കൂടി സംസാരിക്കുന്ന ഘട്ടത്തിൽ നിറകണ്ണുകളോട് കൂടിയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ആ രാത്രി അവർ ഓർത്തെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം അവർ ഈ ഒരു ദുരന്തത്തിൽ അവർക്ക് നഷ്ടമായിട്ടുള്ളത് 5 പേരെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും അവരുടെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ നഷ്ടമാകുന്ന ദിനങ്ങളായിരുന്നു, അല്ലെങ്കിൽ ദിനമായിരുന്നു ഈ ഒരു ദിവസം എന്ന് വേണം പറയുവാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം നിവേദ്, അതുപോലെ തന്നെ ധ്യാന്, അതുപോലെ ഇഷാൻ, ഈ 3 പിഞ്ചോമനകളാണ് അവർക്ക് ഈ മരണത്തിൽ നഷ്ടമായിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഒരുപാട് പേരുടെ കല്ലറകൾ ഇവിടെ ഈ ഹൃദയഭൂമിയിൽ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള സമൂഹ പ്രാർത്ഥന ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ചടങ്ങുകളും ഇന്ന് ഈ പ്രദേശത്ത് നടക്കും. കൂടുതൽ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തുകയും അവരുടെ വിട്ടുപിരിഞ്ഞ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഇവിടെ പ്രാർത്ഥനകൾ നടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോ കല്ലറയിലും പുഷ്പം അർപ്പിച്ച് ഓരോ ചെറിയ മക്കളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമൊക്കെ തന്നെ അവർ വന്ന് അവരുടെ ഓർമ്മകൾ പുതുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പെരുമഴയത്താണ്, ഇത്തരത്തിൽ കഴിഞ്ഞ തവണയും ഇതേമാരത്തെ ഒരു മഴയത്തായിരുന്നു ഇവിടെ എല്ലാവരും എന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി വൈകാരികമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ വാക്കുകൾ മുറിഞ്ഞു പോകും. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.